correct. ഇതുവരെ നമ്മൾ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ജസ്റ്റ് കീവേഡ്സ് കൊടുത്തിട്ടൊക്കെയാണല്ലേ. പക്ഷെ നമ്മൾ ഓൾറെഡി പിക്സൽ കണക്ട് ചെയ്തായിരുന്നു ആദ്യത്തെ ദിവസം. എന്തിനു വേണ്ടിയിട്ടാണ് പിക്സൽ കണക്ട് ചെയ്തത്? ടു ഗ്രാബ് എന്ത് ഡാറ്റ ഫ്രം ദി വെബ്സൈറ്റ് ഈവൻസ്. അതിൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് ആ പെർട്ടിക്കുലർ യൂസേഴ്സിന്റെ അടുത്തേക്ക് എഗെയിൻ നമ്മുടെ ആഡിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിക്സൽ കോഡ് വെബ്സൈറ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്തിട്ട് റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്ന് വിസിറ്റേഴ്സിന്റെ അടുത്തേക്ക് എഗെയിൻ എന്ത് എത്തിക്കുന്നു? നമ്മളുടെ അഡ്വർടൈസ്മെന്റ് എത്തിക്കുന്നു. സോ ബേസിക്കലി നമ്മൾ എവിടെയാണ് അത് സെറ്റ് ചെയ്യുന്നത്? നമുക്ക് വന്നിട്ട് കസ്റ്റം ഓഡിയൻസിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓഡിയൻസ് സെഗ്മെന്റിലാണ് നമ്മൾ ഓരോരോ ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത പോലെ അല്ല, ക്രിയേറ്റ് ഓഡിയൻസിൽ പോയിട്ട് നമ്മൾ കസ്റ്റം ഓഡിയൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കസ്റ്റം ഓഡിയൻസിൽ ചെയ്താലാണ് കസ്റ്റമായിട്ട് വെബ്സൈറ്റിൽ വന്ന വിസിറ്റേഴ്സിന്റെ അടുത്തേക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു ഡെമോ ഡാറ്റ ഉണ്ട് എന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്കും, അതുപോലെ തന്നെ ആപ്പിൽ വന്ന വിസിറ്റേഴ്സിന്റെ അടുത്തേക്കും, അതുപോലെ തന്നെ കാറ്റലോഗ് ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾക്ക് കസ്റ്റം ഓഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് നോക്കാം. എവിടെയാ ഏത് ലെവലിലാണ് നമ്മൾ ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്യുന്നത്? ഏത് ലെവലിലാ? ആഡ് സെറ്റ് ലെവലിലാണ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? എവിടെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഓഡിയൻസ് ആഡ് സെറ്റ് ലെവലിലാണ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ കൊടുക്കും അല്ലെ? സോ ഇവിടെ അല്ലേ നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റ് എ ന്യൂ ഓഡിയൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പുതിയ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഓഡിയൻസ് വരുമ്പം ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. ഡീറ്റെയിൽഡ് ഡെമോഗ്രാഫിക്സ് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് പുതിയ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ. ഇതുവരെ നമ്മൾ ക്യാമ്പയിൻ ഒന്നും ചെയ്തിട്ടില്ല. വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് എ ബിസിനസ് എന്നാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ വന്നിട്ട് പുതിയ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്തിട്ട് എഗൈൻ ആൻഡ് എഗൈൻ ആ ഓഡിയൻസിന്റെ അടുത്തേക്ക് കൊടുക്കാം. പക്ഷേ കറന്റ് റണ്ണിങ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ, അത്യാവശ്യം ആൾക്കാർ വിസിറ്റേഴ്സ് ഒക്കെ ഉള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ന്യൂവിൽ പോവുക, കസ്റ്റം ഓഡിയൻസിൽ പോവുക, വെബ്സൈറ്റിൽ പോവുക, നെക്സ്റ്റ് പോവുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പിക്സൽ ഉണ്ടല്ലോ, ആ പിക്സലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഈ പിക്സൽ ആക്റ്റീവ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ നമ്മുടെ ബിസിനസ് മാനേജറിൽ പോകണം. ബിസിനസ് മാനേജറിൽ നമ്മൾ ഡാറ്റ സോഴ്സിൽ ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസിൽ വന്നിട്ട് ഇവിടെ ഇതാണ് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ? ഡാറ്റ സെറ്റ്. ഓക്കെ, ഇതല്ലേ നീ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതല്ലേ? ഈ പിക്സലാണ് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത പിക്സല്. ഇവിടെ കണക്റ്റഡ് അസെറ്റ് കണ്ടോ? കണക്റ്റഡ് അസെറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കണക്റ്റഡ് അസെറ്റ് കൊടുത്തിട്ട് അതർ ബിസിനസ് അസെറ്റ് കൊടുക്കുക. ടൈം ഡൈവേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് അവിടെ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന്റെ അടുത്തേക്ക് ഈ ആഡ് എത്തിക്കാനായിട്ട് പറ്റും. വെരിഫൈ ചെയ്യണം അക്കൗണ്ട്. എല്ലാവരും ആഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വന്ന എറർ എല്ലാവർക്കും വരും. അതുകൊണ്ട് ആഡ് അക്കൗണ്ട് എപ്പോഴും വെരിഫൈ ചെയ്ത് നിന്റെ നമ്പർ ആണോ വെരിഫൈ ചെയ്യുക. കോഡ് WhatsApp पर चेक किए और टेक्स्ट मैसेज 456622. ഓക്കെ, നമ്മളുടെ ആഡ് അക്കൗണ്ടിനോട് ഈ അസെറ്റ് കണക്ട് ആയി. അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദിസ് അസെറ്റ്? ഈ അസെറ്റ് എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് ഡാറ്റയാണ്. വി ആർ റിസീവിങ് ഡാറ്റ ഫ്രം ദി വെബ്സൈറ്റ് ഈവൻസ്. വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സിന്റെ ഡാറ്റ നമ്മൾക്ക് ഇവിടെ കിട്ടി. ആ വിസിറ്റേഴ്സിന്റെ അടുത്തേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് അക്കൗണ്ടിൽ ഈ ഡാറ്റ വരണ്ടേ? എന്നാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ആഡ് അക്കൗണ്ടിൽ എത്തിക്കുവാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ വന്നിട്ട് ആഡ് അക്കൗണ്ടിൽ എത്തിച്ചിട്ട് എഗെയിൻ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പിക്സൽ ആക്റ്റീവ് ആയിട്ട് കാണിക്കണം. സോ എഗെയിൻ ഇത് റിഫ്രഷ് ചെയ്യുക.
അല്ലെങ്കിൽ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്താലും മതി. ചിലപ്പോൾ ക്യാഷ് കിടന്നിട്ടുണ്ടെങ്കിൽ ആവില്ല. അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പിക്സൽ ഉണ്ടല്ലോ, പിക്സൽ എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്ത് മനസ്സിലായില്ലേ? വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സിന്റെ അടുത്തേക്ക് ആ ഇവന്റ്സ് നമുക്ക് ഡിറ്റക്റ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള കോഡാണ് കൊണ്ടുപോയിട്ട് വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അവരിലേക്കാണ് എഗെയിൻ നമുക്ക് ആഡ് എത്തിക്കേണ്ടത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ പിക്സൽ ഇവിടെ വന്നിട്ട് കസ്റ്റം ഓഡിയൻസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്രിയേറ്റ് ന്യൂ കസ്റ്റം ഓഡിയൻസ് വെബ്സൈറ്റ് ഓക്കെ ആക്റ്റീവ് ആണ്. സോ ജസ്റ്റ് ഓഡിയൻസിന്റെ നെയിം ഒന്ന് കൊടുക്കുക. ഈ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ വിസിറ്റേഴ്സിന്റെ അടുത്തേക്കും എത്തിക്കണം, ആഡ് എത്തിക്കണം. ഇപ്പൊ ഫ്ലിപ്കാർട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിന്ത്ര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം അവരുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അല്ലാതെ വേറെ പച്ചക്കറി മേടിക്കാനുള്ള ഒരു മിന്ത്ര കയറൂലല്ലോ. ബേസിക്കലി ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ കൊടുക്കുന്നതാണ് നല്ലത്. ഓഡിയൻസ് റീടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ റീടെൻഷൻ പീരീഡ് ആണിത്. ഇപ്പൊ 30 days ആണ് പറയുന്നത്. വെബ്സൈറ്റിൽ കയറിയിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡിലെ 30 ദിവസം ഈ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് വെക്കും. ഇവരുടെ ഡാറ്റാബേസിൽ റീറ്റെയിൻ ചെയ്ത് വെക്കും. സോ റീടെൻഷൻ പീരീഡ് ആണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ഓഡിയൻസിനെ കൊടുക്കുക. ക്രിയേറ്റ് ഓഡിയൻസിനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ആണ് വരിക. ക്രിയേറ്റ് എ ലുക്കലൈക്ക് ഓഡിയൻസ്, ക്രിയേറ്റ് എ ക്യാമ്പയിൻ, ക്രിയേറ്റ് അനദർ കസ്റ്റം ഓഡിയൻസ്. ലുക്കലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കലൈക്കിന്റെ അർത്ഥം എന്താ? മലയാളം അർത്ഥം എന്താ? ലുക്കലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കലൈക്ക് ഒരേപോലെ ഇരിക്കുന്ന വേറെ ഒന്ന് അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ക്യാമ്പയിൻ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തു. അവർക്കൊരു താല്പര്യം ഉണ്ട്. ഇപ്പൊ എന്റെ വെബ്സൈറ്റിൽ കയറാനാണെങ്കിൽ, എനിക്കൊരു ഫാഷന്റെ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിന്റെ ബിസിനസ് ആണെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ കയറിയ ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ട് ഡ്രസ്സ് മേടിക്കാനുള്ളത്. അതേ താല്പര്യത്തിലുള്ള കയറാത്ത വേറെ ആൾക്കാര്, ഇവര് മൂന്നും എന്റെ വെബ്സൈറ്റ് ഒന്നും അറിയില്ല, പക്ഷെ എപ്പോഴൊക്കെ ഇവർക്ക് ഡ്രസ്സ് മേടിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ട്. അവരെയും കൂടെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓഡിയൻസ് സെഗ്മെന്റിലേക്ക് ലുക്കലൈക്ക് ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിനെയാണ് ക്രിയേറ്റ് ലുക്കലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ലുക്കലൈക്ക് ഓഡിയൻസ്, a 1% of lookalike consists of the people who are most similar to your lookalike audience. source ഏതാ? സോഴ്സ് വെബ്സൈറ്റ് ഇവന്റ്സ്. വെബ്സൈറ്റിൽ വന്ന ഇവന്റ്സ് ആണ് സോഴ്സ്. വെബ്സൈറ്റിൽ വന്ന വിസിറ്റേഴ്സിനെ പോലെ ഇരിക്കുന്ന വേറൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ലുക്കലൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവരെ പോലെ 1%, ഇപ്പൊ 2% കൊടുത്താൽ എന്താ സംഭവിക്കുക? 2% താല്പര്യങ്ങളുള്ള സിമിലാരിറ്റി ഉള്ള ആൾക്കാര്, 3% സിമിലാരിറ്റി ഉള്ള ആൾക്കാര്, അതാണ് ലുക്കലൈക്ക് ഓഡിയൻസ്. അപ്പം നമ്മുടെ റീച്ച് എത്രമാത്രമാണ്? ഈ റീച്ച് ആണ് കാണിക്കുന്നത്. സോ ഇപ്പൊ നമ്മുടെ ഇയാളുടെ വെബ്സൈറ്റിലേക്ക് വന്ന വിസിറ്റേഴ്സിന്റെ 2% സിമിലാരിറ്റി ഉള്ള ഓഡിയൻസിനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കുള്ള എസ്റ്റിമേറ്റഡ് റീച്ച് ആണ് ഈ കാണിക്കുന്നത്. ഇത്രയും ഒരു റീച്ചിലും ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് വെബ്സൈറ്റിൽ സിമിലാരിറ്റി ഉള്ള ആൾക്കാരാ, പ്രൊഡക്റ്റിൽ സിമിലാരിറ്റി താല്പര്യമുള്ള ആൾക്കാരാ. സോ ക്രിയേറ്റ് ഓഡിയൻസ് കൊടുക്കുക. അങ്ങനെ ഒരു ലുക്കലൈക്ക് ഓഡിയൻസും നമുക്ക് ക്രിയേറ്റ് ആയി. ഇൻ ദിസ് വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റ്, ഇതിനെയാണ് ആക്ച്വലി റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വന്ന ഓഡിയൻസിന്റെ അടുത്തേക്ക് എഗെയിൻ നമ്മളുടെ ഡാറ്റ എത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആഡ് എത്തിക്കുക. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. നമുക്ക് ഈ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. വളരെ റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ, അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഈ ഡാറ്റ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതും അത്രയും അവർ അതിനൊരു ഇമ്പോർട്ടൻസ് കാണിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യാൻ പറയുന്നത്. സോ നിങ്ങൾ എവിടെയെങ്കിലും കമ്പനിയിൽ പോയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വലിയൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ഒക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. സോ അത് ശ്രദ്ധിക്കുക. അതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. കസ്റ്റം ഓഡിയൻസിലെ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് അത്. ഇനി കസ്റ്റം ഓഡിയൻസിലെ സെക്കൻഡ് ടൈപ്പ് നോക്കാം, കസ്റ്റമർ ലിസ്റ്റ്. കസ്റ്റമർ ലിസ്റ്റ് എന്താ? ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പം വലിയൊരു സ്ഥാപനമാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഇതൊരു IT സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഇത്രയും കാലം പഠിച്ച ആൾക്കാരുടെ ഡാറ്റ ഇവരുടെ അടുത്ത് ഉണ്ടാവൂലേ?
ഉണ്ടാവും. അപ്പൊ അവരുടെ ഡാറ്റ എല്ലാം കൂടെ ഒരു എക്സൽ ഷീറ്റിലാക്കിയിട്ട്, ഇവർക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഒബ്വിയസ്ലി അവര് ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ താല്പര്യങ്ങൾ, എത്ര ഏജ് ആണ്, അവരുടെ നെയിം, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടായിരിക്കില്ല അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡാറ്റയൊക്കെ ആരുടെ ഡാറ്റാബേസിലുണ്ട്? ഫേസ്ബുക്കിന്റെ ഡാറ്റാബേസിലുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവർ ഡാറ്റാബേസിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ കയ്യിൽ ആ ഡാറ്റ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഡാറ്റയിലേക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാം. വൺ ടീമിന് വേണമെങ്കിൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അടുത്തേക്ക് മാത്രം ആഡ് എത്തിക്കാൻ പറ്റും. കാരണം എന്താ, ഈ ആഡ് ഫേസ്ബുക്കിന് അറിയില്ല ഈ ഒരു കാര്യങ്ങളൊന്നും. ഫേസ്ബുക്കിന് സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഷീറ്റ് ഞാൻ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഫേസ്ബുക്ക് എന്ത് ചെയ്യും? ഇതിനെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യും. നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സെയിം നമ്പർ വെച്ചിട്ടായിരിക്കാം, സെയിം ഇമെയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും. സോ ഒബ്വിയസ്ലി ഫേസ്ബുക്ക് ഐഡന്റിഫൈ ചെയ്യും നിങ്ങളാണ് ഈ ആള്. സോ നിങ്ങൾ ആഡ് കാണിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ഫയൽ ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവും. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇമെയിൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇമെയിൽ മാർക്കറ്റിംഗിൽ ഡിഫറെന്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇമ്പോർട്ട് ഫ്രം മെയിൽ സിംബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെയിൽ സിംബിലുള്ള ഡാറ്റ ഇല്ലേ, അതിൽ വെബ്സൈറ്റിലെ ഡാറ്റ എല്ലാം നമ്മൾ മെയിൽ സിംബിൽ കൊണ്ടുവന്നില്ലേനോ, ആ ഡാറ്റയിലേക്ക് അഗെയിൻ ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? സോ ഇപ്പൊ ഞാനൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തു. ഒരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ ഫയൽ ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഡെമോ ഡാറ്റ എന്ന് പറയുന്നത്. ഇമെയില് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോൺ നമ്പറിന്റെ ഫീൽഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഈ കോളം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പം ആളുടെ നെയിം, സിപ്പ് കോഡ്, അങ്ങനെ എല്ലാ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഇയർ, കൺട്രി കോഡ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ ഷീറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആ ഒരു കസ്റ്റമറിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഈ ഷീറ്റ് നേരെ അവിടെ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഈ ഡാറ്റ പോകും. ഞാൻ തൽക്കാലം ഈ ഡാറ്റനെ ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഡെമോ ഡാറ്റ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെയിം ഷീറ്റിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഓഡിയൻസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നെക്സ്റ്റ് കൊടുക്കുക, ആഡ് ലിസ്റ്റ്. അപ്പം ഞാൻ ഈ ചൂസ് യുവർ ഫയൽ ഓൺ യുവർ ഡിവൈസ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളിത് റീറൈറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. എൻ്റെ അടുത്ത് ആ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ ആ സെയിം ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡസ് യുവർ ഫയൽ ഇൻക്ലൂഡ്സ് കോളം ഫോർ കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, ഓരോ കസ്റ്റമറും നമ്മളൊരു വാല്യൂ ബേസ്ഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നത് അവർ അലോക്കേറ്റ് ചെയ്ത് തരും. യെസ് എന്നാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി യെസ്, ഏത് കോളത്തിലാണ്, ഇത് കുറേ കോളം ഉണ്ടല്ലോ, ഈ കോളം കുറേ ഉണ്ടല്ലോ, ഇതിൽ വാല്യൂ കോളം ഉണ്ട്, വാല്യൂ കോളം, ആ വാല്യൂ കോളം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിന് ഒരു പേരും കൊടുത്തിട്ട്, ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നത്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഡാറ്റയാണ് ഇത് ഇമ്പോർട്ട് ആൻഡ് ക്രിയേറ്റ് കൊടുക്കുക. അപ്ലോഡിങ് ഇൻ പ്രോസസ്. സോ വൺസ് ഓക്കെ, ഇപ്പം ഞാനത് അപ്ലോഡ് ചെയ്തു, ഈ കസ്റ്റമർ ഡാറ്റ അപ്ലോഡ് ചെയ്യും. ഇനി എനിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന വേറൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം, അവരെയും കൂടി ആഡ് കാണിക്കാം. ഇപ്പം വൺ ടീമിൽ നിങ്ങളെല്ലാം പഠിച്ചിറങ്ങിയതാ, ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ഇതുപോലത്തെ വേറെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്താൽ ഒരുപക്ഷെ അവരിവിടെ പഠിക്കാൻ വരും, അല്ലേ?
അപ്പൊ എന്ത് ചെയ്യാ, ക്രിയേറ്റ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് കൊടുത്തിട്ട് ഒരു 2% സംതിങ് കൊടുക്കാം. അപ്പം നിങ്ങളെ വൺ ടീമിന് ഇറങ്ങിയ സ്റ്റുഡൻസിനെ പോലെ ഇരിക്കുന്ന വേറൊരു ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1% അല്ലെങ്കിൽ 2%, 3% വന്നിട്ട് ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ലുക്ക് ലൈക്ക് 2% ആഡ് ആയി. ഓക്കെ, അതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്ത, വെബ്സൈറ്റും ചെയ്തു, കസ്റ്റമർ ലിസ്റ്റും ചെയ്തു, 2 ടൈപ്പ് ഓഫ് സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ആപ്പ് ആക്ടിവിറ്റി ആണ്. ഇത് നമുക്ക് ഇപ്പൊ ആപ്പ് ആക്ടിവിറ്റി കാണിക്കാൻ പറ്റില്ല, ഇന്റഗ്രേഷൻ വേണം, കാരണം ആപ്പ് റെഡി അവൈലബിൾ ആയിട്ടില്ല. ഓഫ്ലൈൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലരൊക്കെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളാണെന്ന് വിചാരിക്കുക, ചിലരവരുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യൂല. ചിലപ്പോൾ പർച്ചേസിങ് വരെ എത്തിയിട്ട് അവർ ബാക്ക് പോകും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ വന്നിട്ട് അവരത് ഓഫ്ലൈൻ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പീപ്പിൾ ഹു ഇന്ററാക്റ്റഡ് ഓഫ്ലൈനിൽ വന്നിട്ട് ആഡ് പേയ്മെന്റ്സ് ഇൻഫോ, ആഡ് ടു കാർട്ട്, ആഡ് ടു വിഷ് ലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വ്യൂ കണ്ടന്റ് കൊടുത്താൽ കണ്ടന്റ് വ്യൂ ചെയ്തിട്ട് പോയവർ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇ-കൊമേഴ്സ് ബിസിനസ് ഇല്ലാത്തവർക്കൊക്കെ ആഡ് ടു കാർട്ട് ഒക്കെ കൊടുത്താൽ കറക്റ്റ് ആവത്തില്ല. സോ വ്യൂ കണ്ടന്റ് കൊടുത്താൽ ജസ്റ്റ് കണ്ടന്റ് വ്യൂ ചെയ്ത ആൾക്കാരെ ഓഫ്ലൈൻ ഈവെന്റ്സിൽ കൺസിഡർ ചെയ്തിട്ട് അവരിലേക്ക് മാത്രം എന്ത് ചെയ്യും, ക്രിയേറ്റഡ് ആവും. സോ ഓഡിയൻസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലത്തെ വേറെ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാ ഓപ്ഷനിലും ഉണ്ട്. സിമിലർ ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇപ്പൊ വേണമെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത്. എഗെയിൻ വന്നിട്ട് വി ഹാവ് കാറ്റലോഗ് വന്നിട്ട് സെയിൽസിലാണ് ചെയ്യുന്നത്. ഞാൻ സെയിൽസിൽ നിങ്ങൾക്ക് ക്യാമ്പയിൻ ഇ-കൊമേഴ്സ് മാനേജർ പഠിക്കുന്ന സമയത്ത് കാറ്റലോഗ് ആഡ് ചെയ്തതിന് ശേഷം വന്നിട്ട് ഇത് കാണിച്ചു തരാം, എന്നാലാണ് നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. സോ ടിൽ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പം നമുക്കിതൊന്നും ക്രിയേറ്റ് ചെയ്യാനോ, ക്ലയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എല്ലാ ബിസിനസ്സിനും സിമിലർ ആയിട്ടാണ് പ്രോസസ്സ് വരുന്നത്. അവരെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട, എല്ലാം പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കമ്പനിക്കും സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യാം. ബസ് ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്, അല്ലേ?